ഹായ് ഓൾ, വെൽക്കം ടു വെറാൻഡ റേസ്. ഇന്ന് നമ്മൾ റീസണിങ്ങിന്റെ പുതിയൊരു ടോപ്പിക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക് എന്താ? വേർഡ് അനലോഗി അല്ലേ. നമുക്ക് വേർഡ് അനലോഗിന്ന് അത്യാവശ്യം 2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, സംടൈംസ് 3 ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണ് അനലോഗി എന്ത് ചെയ്യുക നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ചിലപ്പം അനലോഗി തന്നെ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ചോദിക്കാം, റീസണിങ്ങിന്റെ ആൽഫബറ്റ്സ് ചോദിക്കാം, ഇല്ലെങ്കിൽ എന്താ GK ചോദിക്കാം. അങ്ങനെ അനലോഗി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ത് വേണോ അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പം എന്തൊക്കെ തമ്മിൽ സാമ്യമുള്ളത് നോക്കി നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി അനലോഗിക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷൻ തന്നിരിക്കും. അത് എല്ലാ ക്വസ്റ്റ്യനും സെയിം തന്നെ ആയിരിക്കും. എന്താണ്? ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. അവരൊരു എക്സാമ്പിൾ തന്നിരിക്കും. അതിനെന്താണോ ഒരു റിലേഷൻ എന്ന് പറയുന്നത്, അതേ റിലേഷനിലുള്ള മറ്റൊരു വേർഡിന്റെ എന്താണ് റിലേഷനിലുള്ള വേർഡ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. എന്താണ് ജെനുവിൻ, ഓതന്റിക് എങ്കിൽ മിറാഷ് എങ്ങനെയാ? ഓക്കെ, മിറാഷ്. ഓക്കെ, ജെനുവിൻ, ഓതന്റിക് അല്ലെ. ജെനുവിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റിയൽ ആണ്, ട്രൂ ആണ്, അതായത് ഓതന്റിക് ആണ്. അപ്പോ മിറാഷ് എന്ന് പറയുന്നത് സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഡെസേർട്ട് സമയത്തുള്ള ഒരു എയർ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഹോട്ട് എയർ ആണ് എന്നു പറയുന്നത് മിറാഷ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഇഫക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെന്താ? ഇലൂഷൻ ആണ്, ഇമേജ് ആണ്, ഹൈഡ് ഔട്ട് ആണ്, റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ അല്ല, ഹൈഡ് ഔട്ടും അല്ല. എന്താണ് മിറാഷ് എന്ന് പറയുന്നത്? ഒരു ഹോട്ട് എയർ കണ്ടീഷൻ ആണ് കൊണ്ടുവന്നത്. അതൊരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ഹോട്ട് എയർ കണ്ടീഷൻ കൊണ്ടുവന്ന ഇഫക്റ്റ് ആണ് മിറാഷ് എന്ന് പറയുന്നത്. സോ അത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഇലൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തണ്ടർ, റെയിൻ. ദെൻ ഏത് വേർഡാണ് റിലേറ്റഡ് ടു നൈറ്റ്? ഓക്കെ, അപ്പോ റെയിനിനെ ഫോളോ ചെയ്ത് വരുന്ന ആളാണ് തണ്ടർ എന്ന് പറയുന്നത് അല്ലെ. റെയിന് ഇപ്പൊ മഴയത്താണ് നമുക്ക് ഇടിമിന്നൽ അല്ലെങ്കിൽ ഇടി വെട്ടുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ റെയിനിനെ ഫോളോ ചെയ്താണ് തണ്ടർ ഉണ്ടാവുന്നത്. അപ്പോ നൈറ്റിനെ ഫോളോ ചെയ്യുന്നത് ആര്? ഓക്കെ, നൈറ്റിനെ ഫോളോ ചെയ്യുന്നത് ആര്? ഡേ ആണോ? ഡേ ആണോ? ഡേ ആൻഡ് നൈറ്റ്, അത് രണ്ടും അതിൻ്റെ ഇടയ്ക്കും കുറെ നമുക്ക് ഈവനിങ്, ആഫ്റ്റർനൂൺ ഒക്കെ ഇല്ലേ. അപ്പൊ ഇനി നോക്കാം. ഡസ്ക് ഉണ്ട്, ഡാർക്ക് ആണോ? നൈറ്റ് ഡാർക്ക്, അത് നമുക്ക് റിലേറ്റ് ചെയ്യുന്നില്ല അല്ലെ. ഇവിടെ പറയുന്നത് എന്താ? റെയിനെ ഫോളോ ചെയ്ത് തണ്ടർ വരുന്നു അല്ലെ. അപ്പൊ ഈവനിങ് ആണോ ഡസ്ക് ആണോ എന്നുള്ളതാണ് നമുക്ക് അടുത്ത ചോദ്യം. അപ്പൊ ഈവനിങ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഡസ്ക് വരുന്നത്. ഡസ്ക് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നൈറ്റ് വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോട്ടണി എന്ന ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ്, അതായത് സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ബോട്ടണി എന്ന് പറയുന്നത്. അതെ, അപ്പോ എൻറ്റമോളജി എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിട്ട് വന്ന്. അപ്പോൾ എൻറ്റമോളജി എന്തിനെ കുറിച്ചുള്ള പഠനം എന്ന് ചോദിച്ചാൽ ഇൻസെക്ട്സിനെ കുറിച്ചുള്ള പഠനമാണ് എൻറ്റമോളജി എന്ന് പറയുന്നത്. ഇൻസെക്ട്സിനെ കുറിച്ചുള്ള പഠനം എൻറ്റമോളജി. ദെൻ ബേർഡ്സ് ആണെങ്കിൽ ഓർണിത്തോളജി. ഇതൊക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണുന്നതാണ്. ഓർണിത്തോളജി ഒക്കെ അനലോഗിയിലും വന്നിട്ടുണ്ട്. ബേർഡ്സിനെ കുറിച്ചുള്ള പഠനം എന്താന്നുള്ള രീതിയിൽ ഓർണിത്തോളജിയാണ്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ്, പാർലമെന്റ്, ഗ്രേറ്റ് ബ്രിട്ടൻ. ഓക്കെ, പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് ഹൗസ് ആണ്, ഗ്രേറ്റ് ബ്രിട്ടന്റെ ലെജിസ്ലേറ്റീവ് ഹൗസ് ആണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ് ബ്രിട്ടന്റെ ലെജിസ്ലേറ്റീവ് ഹൗസ് ആണ് പാർലമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതിന്റെ ലെജിസ്ലേറ്റീവ് ഹൗസ് ആയിരിക്കും എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ജപ്പാൻ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, USA ഉണ്ട്, നെതർലാൻഡ്സ് ഉണ്ട്. ഇതിൽ ഇന്ത്യ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെ. ഇന്ത്യയുടെ കാര്യം നമുക്ക് അറിയാം, ഇന്ത്യക്ക് പാർലമെന്റ് ആണ്. ഓക്കെ, വേറെ ആരുണ്ട്? ജപ്പാൻ, USA, നെതർലാൻഡ്സ്. ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ USA ആണ്. USAയുടെ ലെജിസ്ലേറ്റീവ് ഹൗസ് ആണ് എന്തെന്ന് പറയുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐസ്, കോൾനെസ്. എർത്തിൻ്റെത് എന്തായിരിക്കും? ഇപ്പം ഐസ് എന്ന് പറയുന്ന സാധനമാണ്. നമുക്ക് ഐസിന്റെ ഒരു എന്താണ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൾനെസ് ആണ് അല്ലെ. ആ ഒരു തണുപ്പ് എന്ന് പറയുന്ന ഒരു പവർ ആണ് അതിന്. മീൻസ് നമ്മൾ നല്ല ഫ്രീസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അപ്പം എർത്തിന്റെ
ഒരു പവർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെയിറ്റ് ആണോ, ഗ്രാവിറ്റേഷൻ ആണോ, ജംഗിൾ ആണോ, സീ ആണോ? എർത്തിന്റെ പവർ എന്ന് പറയുന്നത് എന്താ? ഗ്രാവിറ്റേഷൻ ആണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എർത്തിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷൻ ആണ്. അനീമിയ, ബ്ലഡ്, അനാർക്കി. ഈ ആർക്കി വരുന്നത് എന്താ? ഗവൺമെന്റ്. അതാണ് മൊണാർക്കി എന്നൊക്കെ കൊടുക്കുക. മൊണാർക്കി, അനാർക്കി, പോളിയാർക്കി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ആർക്കി മീൻസ് ഗവൺമെന്റ്. അപ്പൊ ഇതെങ്ങനെ റിലേറ്റ് ആയിരിക്കുന്നത്? അനീമിയ, ബ്ലഡ്, അതായത് ശരീരത്തിലെ ബ്ലഡിന്റെ അംശം കുറയുമ്പോഴാണ്, അല്ലെ ബ്ലഡിന്റെ അംശം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? അനീമിയ. അല്ലെങ്കിൽ ബ്ലഡിലെ WBC കുറയുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? അനീമിയ എന്ന് പറയുന്നത്. അപ്പോ അനാർക്കി എന്ന് പറയുന്നത് എന്ത് കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്തില്ലാത്ത അവസ്ഥയാണ് അനാർക്കി എന്ന് പറയുന്നത്? ഗവൺമെന്റ് ഇല്ല. അനാർക്കി എന്ന വേർഡിന്റെ മീനിങ് ഗവൺമെന്റാ. അപ്പം സോറി, അനാർക്കി മീൻസ് ആർക്കി എന്ന വേർഡിന്റെ മീനിങ് ഗവൺമെന്റ് ആണ്. ആർക്കി എന്ന് പറയുന്ന വേർഡ് മീനിങ് ഗവൺമെന്റ് ആണ്. അപ്പൊ അനാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അനാർക്കി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥയാണ് അനാർക്കി. മൊണാർക്കി എന്ന് വെച്ചാൽ ഒരാള് മാത്രം ഭരിക്കുക. ഇപ്പൊ കിങ് ആവാം, ക്യൂൻ ആവാം, അവര് ഭരിക്കുമ്പോഴാണ് നമ്മൾ മൊണാർക്കി എന്ന് പറയുന്നത്. ബാക്കി ഡിസോർഡറും ലോ ലെസ്നെസ്സും നമുക്ക് ഇവിടെ വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. പാഡി ഫീൽഡ്, സ്റ്റീല് എവിടെ? ഓക്കെ, പാഡി നിർമ്മിക്കുന്നത് എവിടെ വെച്ചിട്ടാ? അതല്ലെങ്കിൽ നമ്മളെ നെല്ല് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫീൽഡിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെ. അപ്പോ സ്റ്റീല് നമുക്ക് എവിടെ നിന്നാണ് എടുക്കുന്നത്? അയണിൽ നിന്നാണോ, ഫാക്ടറിയിൽ നിന്നാണോ, ഓറാണോ, മൈനാണോ? ഓക്കെ, ഏതാണ്? അപ്പോൾ ഫീൽഡിൽ നിന്ന് പാഡി എടുക്കുന്നു. അപ്പൊ സ്റ്റീൽ എവിടെ നിന്ന് എടുക്കും? നമ്മൾ ഫാക്ടറിയിൽ നിന്നായിരിക്കും സ്റ്റീൽ എടുക്കുന്നത്. നമ്മൾ ഓറിൽ നിന്ന് എന്താണ് കാര്യങ്ങൾ, എലമെന്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്താണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇതാണ് സ്റ്റീൽ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫാക്ടറിയിൽ നിന്നാണ്. ലാഫ്, ജോക്ക്, ഡാഷ്, ക്രാക്ക്. അതായത് നമ്മൾ ജോക്ക് കേൾക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചിരിക്കാറുള്ളത് അല്ലെ. ജോക്ക് കേൾക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിരിക്കാറുള്ളത്. ജോക്ക് കേൾക്കുമ്പോഴാണ് നമ്മൾ ചിരിക്കാറുള്ളത്. അപ്പോ ക്രാക്കേഴ്സ് എന്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? ജോക്ക് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കും. ക്രാക്കേഴ്സ് എന്ത് ചെയ്യും? ഫിയർ ആണോ, ആങ്കർ ആണോ, ഫയർബോൾ ആണോ, എക്സ്പ്ലോഡ് ആണോ? ഇവിടെ നമുക്ക് ഫയർബോൾ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, അത് നമുക്ക് റിലേറ്റ് ചെയ്ത് വരുന്നില്ല. ഇനി ഫിയർ, ആങ്കർ, എക്സ്പ്ലോഡ്. ക്രാക്കേഴ്സ് നോർമലി എന്താ ചെയ്യുന്നത്? എക്സ്പ്ലോഡ് ചെയ്യുക അല്ലെ. നമ്മളത് ബേൺ ചെയ്യുന്ന സമയത്ത് അത് എക്സ്പ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? എക്സ്പ്ലോഡ് എന്ന് വരും. ഓക്കെ, ക്രാക്കേഴ്സ് എല്ലാവരിലും ഫിയറും ആങ്കറും ഒന്നും എത്തിക്കില്ല. അപ്പൊ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കൺവേ ചെയ്യുന്നത് എന്താണ്? എക്സ്പ്ലോഡ് എന്നുള്ളതാണ്. പ്രസിഡന്റ് ഇന്ത്യ, കിങ് ഡാഷ്. ഓക്കെ, അതായത് ഇന്ത്യയുടെ ഹെഡ് എന്ന് പറയുന്നത്, ഒരു എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. എങ്കിൽ കിങ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആയിരിക്കും? ചൈനയാണോ, ജോർദൻ ആണോ, ഫ്രാൻസ് ആണോ, ഇംഗ്ലണ്ട് ആണോ? എവിടത്തെ ആയിരിക്കും? ഇംഗ്ലണ്ടിലെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? കിങ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്കസ്റ്റേ, ഗ്ലൂം. ഓക്കെ, എങ്കിൽ ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്ന വേർഡ് ഏതാ? എക്കസ്റ്റേ എന്ന് വെച്ചാൽ എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ്, എൻജോയ്മെന്റ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഗ്ലൂം എന്ന് വെച്ചാൽ എന്താ? സാഡ് ആയിട്ടിരിക്കുക, വിഷാദമായിട്ടിരിക്കുക, ആ ഒരു ഇതാണ്. അപ്പൊ എക്കസ്റ്റേയുടെ ഓപ്പോസിറ്റ് വേർഡാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കുക? ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. കൺഗ്രാജുലേഷൻ, ഒക്കേഷൻ അല്ല, അത് റിലേറ്റ് ചെയ്യുക, അത് ഓപ്പോസിറ്റും അല്ല, അങ്ങനെയൊന്നും വരുന്നുമില്ല. ഓക്കെ, അപ്പൊ അതല്ല. നെക്സ്റ്റ് ഡെലിജന്റ്, സക്സസ്ഫുൾ. ഡെലിജന്റ് മീൻസ് ഇതുപോലെ എക്സൈറ്റ്മെന്റ് ആണ്, എൻജോയ്മെന്റ് ആണ്, അതാണ് ആ വേർഡിന്റെ മീനിങ്. എൻജോയ്മെന്റ്, സക്സസ്ഫുൾ അതും അത്രയും ഇതായിട്ട് വരുന്നില്ല. ഓക്കെ, മെഷർ ചെയ്യുക, സ്കെയിൽ ചെയ്യുക, ഇത് രണ്ടും സിനോണിംസ് ആണ്, സോ അത് വരില്ല. ഹ്യൂമിലിയേഷൻ, എക്സാൾട്ടേഷൻ. ഓക്കെ, ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ ദ്രോഹിക്കുക എന്നുള്ള ഒരു ഇതാണ്. എക്സാൾട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നന്നായിട്ട് എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻജോയ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എന്ത് വന്നു? ഇതിന്റെ ഓപ്പോസിറ്റ് വന്നു. എങ്കിൽ ആൻസർ എത്രയാണ്? ഡി ആണ്. ഓക്കെ, കാരണം നമുക്കിവിടെ ബി വെച്ചിട്ട് ഒരു ചെറിയ ഡൗട്ട് വന്നു അല്ലെ, ഇതാവോ ഇല്ലേന്ന്. പക്ഷെ ഡി എത്തിയപ്പം കറക്റ്റ്
ഓപ്പോസിറ്റ് വേർഡ് കിട്ടിയോണ്ട് നമ്മൾ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുക. സോ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രി പ്രസിഡന്റ്. ഓക്കെ, എളുപ്പമല്ലേ? രാജ്യത്തിന്റെ ഹെഡാണ് എന്തെന്ന് പറയുന്നത്, പ്രസിഡന്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് ആരായിരിക്കും? ചീഫ് മിനിസ്റ്റർ ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ, സ്പീക്കർ ആണോ, ഗവർണർ ആണോ? ആരായിരിക്കണ്ട? ഗവർണർ ആണ് അല്ലേ? നമ്മുടെ ഒരു കൺട്രിയുടെ ഹെഡ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ദെൻ മിറാഷ് ഡെസേർട്ട്. എങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ് ഏതെന്നാ ചോദിക്കുന്നത്. ഇപ്പം ഡെസേർട്ട് അല്ലേ, ഞാൻ പറഞ്ഞു മരുഭൂമികളിൽ ഉണ്ടാവുന്ന ചൂട് എയർ കണ്ടീഷണർ അല്ലെങ്കിൽ ആ ഒരു ചൂട് എയർ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് മിറാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെസേർട്ടിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് ആണ് മിറാഷ്. അപ്പൊ അതുമായിട്ട് ചേർന്ന് വരുന്ന വേർഡ് ഏതാ? സ്കൈ ഇലൂഷൻ തരും, ഇല്ല അത് ശരിയല്ല. റെയിൻബോ സ്കൈ, റെയിൻബോ അല്ലേ? ഇമേജ് മിറർ. ഓക്കെ, ഇതിൽ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? ഓൺ ദ സ്പോട്ട് തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇനി റെയിൻബോ സ്കൈ. ഡെസേർട്ടില് ഒരു സ്ഥലത്തുണ്ടാവുന്ന ഇഫക്റ്റ് ആണ് മിറാഷ്. അപ്പോൾ റെയിൻബോ ഒരു സ്ഥലമല്ല, റെയിനിനെ തുടർന്ന് വരുന്ന എഫക്റ്റാണ്. പക്ഷെ സ്കൈ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റെയിൻബോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ലോക്ക് കീ ക്രൈം. അതായത് ലോക്ക് ഓപ്പൺ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കീ യൂസ് ചെയ്യും. അതായത് അപ്പോൾ ഒരു ക്രൈം സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി, ക്രിമിനൽ, കൺവിക്ഷൻ. ഏതാണ്? ഒരു ക്രൈം ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ക്രൈം തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ്, റേഡിയോ ലിസണർ. ഫിലിം എന്തായിട്ട് റിലേറ്റ് ചെയ്യുന്നു? റേഡിയോ നമ്മൾ എല്ലാവരും കേൾക്കുക ചെയ്യുന്നത് അല്ലേ? റേഡിയോ നമ്മളെല്ലാവരും കേൾക്കുകയാണ് ചെയ്യുന്നത്. റേഡിയോ നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലേ? മീൻസ് റേഡിയോയിലുള്ള വിഷ്വൽസ് നമ്മൾ ആരും കണ്ടിട്ടില്ല, ജസ്റ്റ് ലിസണിങ്ങിനുള്ളതാണ്. അപ്പോൾ ഫിലിം എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ, ക്രിറ്റിസം, ഹീറോ, ഓഡിയൻസ്. ഓക്കെ, അപ്പോൾ ഫിലിം കാണുന്നവരെ നമ്മൾ എന്ത് പറയും? ഓഡിയൻസ് എന്ന് പറയും. ഓക്കെ, ഫിലിം കാണുന്നവരെ നമ്മൾ എന്ത് പറയും? ഓഡിയൻസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, which word of the following do not have the same relationship as between the words charitable and selfish? അതായത് ചാരിറ്റബിളും സെൽഫിഷും രണ്ട് വേർഡ്സ് ഉണ്ട്. ഇവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെ നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് അതേ റിലേഷൻഷിപ്പിലുള്ള വേർഡ്സ് ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ചാരിറ്റബിൾ എന്ന് വെച്ചാൽ എന്താണ്? സഹായം ചെയ്യാനുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സെൽഫിഷ് ആയിട്ട്, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ചാരിറ്റബിളിന്റെ ഓപ്പോസിറ്റ് ആണ് സെൽഫിഷ് എന്ന് പറയുന്ന വേർഡ്. ചാരിറ്റബിളിന്റെ ഓപ്പോസിറ്റ് ആണ് സെൽഫിഷ് എന്ന് പറയുന്ന വേർഡ്. അപ്പൊ ഇതിൽ ഓപ്പോസിറ്റ് ഇലുമിനാറ്റി ആൻഡ് ഡാർക്കൺ. ഓക്കെ, അത് വരത്തില്ല. ദെൻ അഡ്ഹെയർ ചെയ്യുക, സ്റ്റിക്ക് ടു. ചേസ്റ്റ് ചെയ്യുക, ഇമ്മോറൽ. സാഡിസ്റ്റ്, കൈൻഡ് ഹാർട്ടഡ്. ഓക്കെ, ഇതെന്താ ചോദ്യം ചോദിച്ചാൽ ഡു നോട്ട് ഹാവ് ദ സെയിം മീനിങ്. ഓക്കെ, സെയിം മീനിങ് വരാത്തത് ഏതാണെന്ന്. അപ്പോൾ സാഡിസ്റ്റ്, ഓക്കെ 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 ഇതിന്റെ ഓപ്പോസിറ്റ് വരാത്ത ഏത്? അതായത് സിമിലർ മീനിങ് ഉള്ളത് ഏതാണ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് അല്ലെ? ചേസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇമ്മോറൽ എന്ന് പറയുന്നത്. പക്ഷെ അഡ്ഹെയർ ആൻഡ് സ്റ്റിക്ക് ടു. അഡ്ഹെയർ എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ചിരിക്കുക, അതേ മീനിങ് അല്ലേ സ്റ്റിക്ക് ടുവിനും വരിക. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി അടുത്ത പാറ്റേൺ ആണ് വേർഡ് ബേസ്ഡ് പ്രോബ്ലത്തിലെ അടുത്ത പാറ്റേൺ ആണ്. എന്താണ്? ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്. ഇതില് 4 ചേരാത്ത വേർഡ് ഏതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താണ്? എലിഫന്റ്, ടൈഗർ, ലയൺ, ബിയർ അല്ലെ? എലിഫന്റ്, ടൈഗർ, ലയൺ, ബിയർ. ഓക്കെ, ഇവരിലെ തമ്മിലുള്ള സിമിലാരിറ്റി എന്താ? ഇവര് മൂന്നും വൈൽഡ് അനിമൽസ് ആണ് അല്ലെ? ഇവര് മൂന്നും വൈൽഡ് അനിമൽസ് ആണ്. എലിഫന്റ് ആണെങ്കിൽ വൈൽഡ് അനിമൽ അല്ല. സോ നമ്മുടെ ഓഡ് വൺ ഔട്ടിൽ ഇവിടെ വരുന്നത് ആരാ? എലിഫന്റ് ആയിരിക്കും വരിക. നെക്സ്റ്റ്, പോണ്ട്, ലേക്ക്, പിസ്റ്റൽ, ഗൺ, കാർ, ബസ്, ചർച്ച്, മോണുമെന്റ്. ഓക്കെ, പോണ്ടും ലേക്കും അല്ലെ? കുളവും കായലും. പിസ്റ്റലും ഗണ്ണും. ഓക്കെ, കാറും ബസ്സും.
ചർച്ച് മോണുമെന്റ് അല്ലെ. ഇവർക്ക് ഈ രണ്ട് വേർഡുകൾ തന്നിരിക്കുന്ന ആദ്യത്തെ 3 ഓപ്ഷനിലെയും വേർഡുകൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട് അല്ലെ, പരസ്പരം ബന്ധമുണ്ട്. പക്ഷെ ചർച്ചും മോണുമെന്റും ആയിട്ട് എന്തില്ല, ബന്ധമില്ല. ചർച്ചിന് നമ്മൾ അങ്ങനെ ഒരു മോണുമെന്റ് ആയിട്ട്, അതൊരു പ്രെയർ ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ, പ്രാർത്ഥനാലയമാണ്. അപ്പൊ അതിനൊരു മോണുമെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല. സോ ഇതിലെ ഡിഫറെന്റ് എന്ന് പറയുന്നത്, ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ബ്രദർഹുഡ്, ബേബിഹുഡ്, അഡൾട്ട്ഹുഡ്, ചൈൽഡ്ഹുഡ് നമുക്ക് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും. എന്താണിത്? ബ്രദർഹുഡ്, സാഹോദര്യം അല്ലെ, ബേബിഹുഡ്, അഡൾട്ട്ഹുഡ്, ചൈൽഡ്ഹുഡ്. ഈ ഇതും എന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫേസസ് ആണ് അല്ലെ. നമ്മൾ ആദ്യം ബേബി ആയിരിക്കും, ദെൻ ചൈൽഡ് ആവും, പിന്നെ അഡൾട്ട് ആവും. അപ്പം ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫേസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബ്രദർഹുഡ് ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഫേസ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഏതാണ്? ബ്രദർഹുഡ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലക്ഷദ്വീപ്, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, കേരള. എന്താ ഇവരുടെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, ലക്ഷദ്വീപ്, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, കേരള. ഇത് മൂന്നും എന്താണ്? തമിഴ്നാട്, ആന്ധ്ര, കേരള, ഇത് മൂന്നും സ്റ്റേറ്റ് ആണ് അല്ലേ. നമ്മുടെ സ്റ്റേറ്റ് ആണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള. ലക്ഷദ്വീപ് എന്താ പറയുന്ന? UT ആണ്, യൂണിയൻ ടെറിട്ടറി ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതാണ് ലക്ഷദ്വീപ് ഇവിടെ ഓഡ് വൺ ഔട്ട് ആയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസോറാം, സിക്കിം, കൊഹിമ, മണിപ്പൂർ. ഓക്കെ, മിസോറാം, സിക്കിം, കൊഹിമ, മണിപ്പൂർ. എന്താണ് ഇവിടുത്തെ വ്യത്യാസം? മിസോറാം, സിക്കിം, മണിപ്പൂർ ഇത് ഇത്രയും ഇന്ത്യയിലെ സ്റ്റേറ്റ് ആണ്. കൊഹിമ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ഏതിന്റെ ക്യാപിറ്റൽ ആണ് കൊഹിമ? നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ ആണ് എന്തെന്ന് പറയുന്നത്? കൊഹിമ. അതുകൊണ്ടാണ് എന്ത്, കൊഹിമ ഓഡ് വൺ ഔട്ട് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വിംഗ്, ഗൂഗ്ലി, യോക്കർ ആൻഡ് ബൗൺസർ. ഓക്കെ, സ്വിംഗ്, ഗൂഗ്ലി, യോക്കർ ആൻഡ് ബൗൺസർ. എന്താണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഭയങ്കര ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് അല്ലെ. ഇത് 4ഉം ക്രിക്കറ്റിന്റെ ടേംസ് ആണ്. ഓക്കെ, ഇത് 4ഉം ക്രിക്കറ്റിന്റെ ടേംസ് ആണ്. ACD ഇവരിത്രയും എന്താണ്? ഫാസ്റ്റ് ബോളറിന്റെ ഒരു ടേം ആണ്. ഫാസ്റ്റ് ബോളിംഗ് ചെയ്യുമ്പോൾ ഉള്ള ഇത് സ്പിൻ ബോളിംഗ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ടേമാണ് ഗൂഗ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമീബ, ബാക്ടീരിയ, ജേംസ്, മൈക്രോബ്സ്. ഏതാ ഓഡ് വൺ ഔട്ട്? അമീബ, ബാക്ടീരിയ, ജേംസ്, മൈക്രോബ്സ്. ബാക്ടീരിയ, ജേംസ്, മൈക്രോബ്സ് ഇതെല്ലാം എന്താണ്? ജനറലൈസ് ചെയ്ത് പറഞ്ഞേക്കുക. പക്ഷെ അമീബ എന്ന് പറയുന്ന ഒരു സാധനം അതെന്താ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്? അമീബ വരുന്നത് പ്രോട്ടിസ്റ്റ ഫാമിലിയിലാണ്. അപ്പൊ അതെന്താ, അമീബ എന്ന് പറയുന്നത് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്ടീരിയ, ജേംസ്, മൈക്രോബ്സ് എന്ന് പറയുന്ന സ്പെസിഫൈഡ് ടേംസും ആണ്. ബാക്ടീരിയ, ജേംസ്, മൈക്രോബ്സ് എന്ന് പറയുന്നത് എന്താണ്? ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്നതാണ്. സോ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് അമീബയാണ്. ഓക്കെ, അമീബ വരുന്ന ഫാമിലി എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റയാണ്. ബുക്ക്, മാഗസിൻ, ജേണൽ, പേപ്പർ. എന്തായിരിക്കും? ബുക്ക്, മാഗസിൻ, ജേണൽ, പേപ്പർ. ഓക്കെ, ബുക്കും മാഗസീനും ജേണലും എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാ? പേപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാ. ഓക്കെ, ഇവിടെ അപ്പൊ എന്തായിരിക്കും? ഇതിൽ നിന്ന് മനസ്സിലാവും പേപ്പർ എന്ന് പറയുന്ന സാധനം ഇതിൽ നിന്നും വേറിട്ടതാണ്, ഓഡ് വൺ ഔട്ട് ആണ്. സോ ഡി ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് വേർഡ് ബേസ്ഡ് പ്രോബ്ലത്തിന്റെ അടുത്ത ടൈപ്പ്. എന്താ, ഇതിനെ ഒരു കുറച്ച് വേർഡ്സ് തന്നേക്കും. ഇത് നമ്മൾ അതിന്റെ ആ ഒരു എന്താണ് ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് ഓർഡർ ആക്കുന്നതിനേയും കാട്ടി ഓപ്ഷന്റെ ഹെൽപ്പ് മേടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ കിട്ടുക. ചിലപ്പോൾ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഓപ്ഷനിൽ തന്നെ നമുക്ക് എന്താ മീനിങ് കൺവേ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു മെത്തേഡ് ഒന്ന് നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്? ഡോക്ടർ, ഫീവർ, മെഡിസിൻ, മെഡിക്കൽ ഷോപ്പ്. ഓക്കെ, ഡോക്ടർ, ഫീവർ, മെഡിസിൻ, മെഡിക്കൽ ഷോപ്പ്. ആദ്യം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി പിന്നെ മെഡിസിൻ വാങ്ങിച്ച് ഫീവർ വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോവോ? ഇല്ല. അപ്പൊ ഇത് റോങ് ഓപ്ഷൻ ആണ്. ഓക്കെ, ബി ഓപ്ഷൻ നോക്കിയേ. ഫീവർ വന്നു, ഡോക്ടറിനോട് പോയി, ഡോക്ടറിന് എന്ത് ചെയ്യും? പ്രിസ്ക്രിപ്ഷൻ തരും അല്ലെ. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോവും, മെഡിസിൻ വാങ്ങും അല്ലെ.
ഇത് നമുക്ക് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. ജസ്റ്റ് വേണമെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ ഡോക്ടർ മെഡിക്കൽ ഷോപ്പ്. ഡോക്ടർ ഒരിക്കലും മെഡിക്കൽ ഷോപ്പിൽ പോകത്തില്ല. സോ ഇത് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാം. മെഡിസിൻ ഡോക്ടർ മെഡിക്കൽ ഷോപ്പ് ഇത് നമുക്കൊരു മീനിങ് കൺവേ ചെയ്യുന്നില്ല. സോ ഇതും തെറ്റാണ്. ഇത് അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ടിക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഈ രണ്ട് ഓപ്ഷനും കൂടെ പറഞ്ഞത്. നോക്കാം. പൾപ്പ്. ഓക്കെ, എല്ലാം പൾപ്പിലാണ്. പൾപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? പേപ്പർ ആക്കുന്നു. 2 പ്രിന്റ് ചെയ്യുന്നു. 5 പബ്ലിഷ് ചെയ്യുന്നു. 4 പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ എന്താ ചെയ്യുന്നത്? നമ്മൾ പേപ്പറിനെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, പേപ്പറാണോ പ്രിന്റ് ചെയ്യുക? നോക്കാം. ബി ഓപ്ഷൻ നോക്കിയേ. 1 പൾപ്പ്, 4 പർച്ചേസ്. പൾപ്പിനെ പർച്ചേസ് ചെയ്യുക, ദെൻ 5 പബ്ലിഷ് ചെയ്യുക, 2 എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക, 3 ഇതെല്ലാം ഡിസോർഡർ ആയിട്ട് കിടക്കുക. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ വേണ്ട. ദെൻ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഓപ്ഷൻ സി പൾപ്പ്, 2 പ്രിന്റ്, 3 പേപ്പർ, 5 പബ്ലിഷ് ചെയ്യുക, 4 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇതൊരു ടേം വരുന്നുണ്ട് അല്ലേ? എന്ത് ചെയ്യുക? പൾപ്പിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്താണ് എന്തായി മാറ്റുന്നത്? പേപ്പറായിട്ട് മാറ്റുന്നത്. പേപ്പറായിട്ട് മാറ്റി നമ്മൾ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ആൾക്കാർ വാങ്ങും. ഇതൊരു ലോജിക്കൽ മീനിങ് ഫുൾ ഓർഡർ തരുന്നുണ്ട് അല്ലേ? ഇത് നോക്കിയേ. 1 പൾപ്പ്, 5 പൾപ്പ് പബ്ലിഷ് ചെയ്യില്ല അല്ലെ? പൾപ്പ് പബ്ലിഷ് ഇത് നമ്മൾ ഇതുവരെ കണ്ടില്ല. പേപ്പർ ആയിരിക്കും എന്ത് ചെയ്യുക? പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ബാക്കിയെല്ലാം എന്താണ്? തെറ്റാണ്. 2, 1, 4, 3 അല്ലെ? സീഡ്, ഫ്രൂട്ട്, പ്ലാന്റ്, ഫുഡ്. ഓക്കെ, ഇതെങ്ങനെ ഓർഡർ ചെയ്യും? 2 ഫ്രൂട്ട് ആണ്, 1 സീഡ് ആണ്, 4 ഫുഡ്. ഫ്രൂട്ട് സീഡാവും, സീഡ് ഫുഡാവോ? അല്ലേ? ഇതങ്ങനെയല്ലോ അല്ലേ? ഫ്രൂട്ട് സീഡാവും, സീഡ് ഫുഡാവും, ഫുഡ് പ്ലാന്റ് ആവോ? ഇല്ല, പൊട്ടത്തെറ്റാണ് അല്ലേ? അപ്പോൾ അത് വരത്തില്ല. ദെൻ ഇത് നോക്കിയേ. സീഡാവുന്നു, സീഡ് ഫുഡാവും, ഫുഡ് ഫ്രൂട്ടാവും. നോ, വരത്തില്ല. ദെൻ ഓക്കെ, സീഡ് പ്ലാന്റ് ആവും, പ്ലാന്റ് ഫ്രൂട്ട് വരും. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫുഡാണ്. ഇതൊരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 3 പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സീഡ് തരുന്നുണ്ട്. സീഡ് എന്ത് തരുന്നുണ്ട്? ഫ്രൂട്ട് തരുന്നുണ്ട്. ഫ്രൂട്ട് സീഡ് ഫ്രൂട്ട് അല്ലല്ലോ തരുന്നത്, പ്ലാന്റ് അല്ലേ നമുക്ക് ഫ്രൂട്ട് തരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ഓപ്ഷൻ സി. വുഡ്, ബുക്ക്, ഫാക്ടറി, പേപ്പർ, പ്രിന്റ്. ഓക്കെ, വുഡ്, ബുക്ക്, ഫാക്ടറി, പേപ്പർ, പ്രിന്റ്. നോക്കാം. 1 വുഡ് എന്ത് ചെയ്യുന്നു? വുഡ് ഫാക്ടറി പോകുന്നു. ഫാക്ടറിയിൽ നിന്ന് പേപ്പർ തരുന്നു. പേപ്പർ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? പേപ്പർ പ്രിന്റ് ചെയ്യുന്നു. ദെൻ ബുക്ക് ആവുന്നു. ഓക്കെ, ഇതൊരു മീനിങ് തരുന്നുണ്ട്. 2 നോക്കിയേ. ബുക്ക് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്തത് വുഡ് ആവുന്നു. തെറ്റ് അല്ലേ? നെക്സ്റ്റ് 3 ഫാക്ടറിയിൽ എന്ത് വരുന്നു? വുഡ് വരുന്നു. വുഡ് പേപ്പർ ആവുന്നു. വുഡ് പ്രിന്റ് ചെയ്താലേ പേപ്പർ ആവത്തുള്ളൂ. അപ്പോൾ ഇത് വരില്ല. 4 പേപ്പർ ബുക്കാവുന്നു. ഓക്കെ, ബുക്ക് ഫാക്ടറിയിൽ പോകുന്നു. ഓക്കെ, ഫാക്ടറിന്ന് വുഡ് നമ്മൾ തലവത്തിനല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഇതും തെറ്റ്. നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിൻഡോസ്, വാൾ, ഫ്ലോർ, ഫൗണ്ടേഷൻ, റൂഫ്, റൂം. ഓക്കെ, വിൻഡോസ്, വാൾസ്, ഫ്ലോർ, ഫൗണ്ടേഷൻ, റൂഫ്, റൂം. 4 ഫൗണ്ടേഷൻ ചെയ്യുന്നു. ഓക്കെ, 4 അപ്പം എല്ലാത്തിനും സെയിം ആണ്. 4 5 റൂഫിലേക്ക് പോകുന്നു. റൂഫിൽ നിന്ന് ഫ്ലോറിലേക്ക് പോകുന്നു. ഫ്ലോറിൽ നിന്ന് വാൾസിലേക്ക് പോകുന്നു. വാൾസിൽ നിന്ന് വിൻഡോസിലേക്ക് പോകുന്നു. വിൻഡോയിൽ നിന്ന് റൂമിലേക്ക് പോകുന്നു. ഒരു കണക്ഷൻ ഇല്ലാത്ത കുറെ വേർഡ്സ് അല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യില്ല? വരില്ല. നെക്സ്റ്റ് നോക്കാം. ഫൗണ്ടേഷൻ ചെയ്യുന്നു. ഫൗണ്ടേഷൻ ചെയ്ത് വാൾസ് കെട്ടുന്നു. ഓക്കെ, ആദ്യം മതിൽ കെട്ടുന്നു. ദെൻ 1 വിൻഡോ ചെയ്യുന്നു. ദെൻ എന്താണ്? റൂഫ് ചെയ്യുന്നു. 3 ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലോർ ഇടുന്നു. നോ, അപ്പൊ ഇത് വരത്തില്ല. നെക്സ്റ്റ് എന്താ? 4 അല്ലെ? ഫൗണ്ടേഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് വിൻഡോസ് ചെയ്യുന്നു. ഇപ്പോൾ ഫൗണ്ടേഷൻ ചെയ്തോണ്ടേ നമ്മൾ വിൻഡോസ് ചെയ്യൂ? ഇല്ല, അപ്പൊ അത് വരത്തില്ല. നെക്സ്റ്റ് 4 ഫൗണ്ടേഷൻ ചെയ്യുന്നു. ദെൻ ഫ്ലോർ ഇടുന്നു അല്ലെ? നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഫ്ലോർ ആണ് ഇടുന്നത്. അപ്പൊ കറക്റ്റ് ആണ്. ദെൻ 5 എന്ത് ചെയ്യുന്നു? റൂഫ് ചെയ്യുന്നു.
ദെൻ ഓക്കെ കറക്റ്റ് 6 റൂം ചെയ്യുന്നു, 2 വാൾ ചെയ്യുന്നു, 1 വിൻഡോസ് വയ്ക്കുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ 3 ക്രൈം ചെയ്യുന്നു, 1 പോലീസ് വരുന്നു, 2 പബ്ലിഷ് ചെയ്യുന്നു, 4 ജസ്റ്റിസ് പബ്ലിഷ് അല്ല പണിഷ്മെന്റ് ചെയ്യുന്നു, 4 ജസ്റ്റിസ് ചെയ്യുന്നു, 5 ജഡ്ജ്മെന്റ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തരുന്ന ഒരു മീനിങ് ഫുൾ ഓർഡർ കിട്ടുന്നില്ല, അപ്പൊ ഇതിനങ്ങ് ക്യാൻസൽ ചെയ്യാം. ദെൻ 1 പോലീസ് വരുന്നു, ദെൻ പണിഷ്മെന്റ് ചെയ്യുന്നു. പോലീസ് പണിഷ്മെന്റ് ചെയ്യാറില്ല, ബി ഓപ്ഷൻ ക്യാൻസൽ. 5 ജഡ്ജ്മെന്റ് ആദ്യമേ കയറി ജഡ്ജ്മെന്റ് പറയാറില്ല, പിന്നെ ഡി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഡി അത് കറക്റ്റായി വരത്തില്ലേ? എന്താണ്? ക്രൈം ചെയ്യുന്നു, പോലീസ് അത് കണ്ടുപിടിക്കുന്നു, ജസ്റ്റിസിന് വേണ്ടി നോക്കുന്നു, ദെൻ 5 ജഡ്ജ്മെന്റ് പറയുന്നു, ജസ്റ്റിസ് കിട്ടുന്നു നമുക്ക്. അപ്പോൾ ഇത് ഡി ഓപ്ഷൻ. നെക്സ്റ്റ് ഓക്കെ, ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, ഇൻഫൻസി, അഡോളസൻസ്, ബേബിഹുഡ് എങ്ങനെ വരും? ഓക്കെ, നമുക്ക് ആദ്യം ഓപ്ഷൻ നോക്കാം. ആദ്യമേ അഡോളസൻസ് വരില്ല, വെട്ടാം അല്ലേ? ആദ്യമേ അഡോളസൻസ് വരില്ല. 3 ആദ്യം ഇൻഫൻസി. ഓക്കെ, ശരിയാണ്. നമ്മൾ ഭയങ്കര നമ്മുടെ അമ്മയുടെ വയറ്റിലേക്ക് ആ ഒരു പീരീഡാണ് ഇൻഫൻസി എന്ന് പറയുന്നത്. ദെൻ 5 എന്ന് പറയുന്നത് ബേബിഹുഡ്. അതെ, കുറച്ചും കൂടെ വളരെ വലുതാവുമ്പം ബേബിഹുഡിലെത്തും. ദെൻ ചൈൽഡ്ഹുഡ്, ബേബിയിൽ നിന്ന് ചൈൽഡിലോട്ടാണ് മാറുന്നത്. ദെൻ അഡോളസൻസ്, ദെൻ അഡൾട്ട്ഹുഡ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഓപ്ഷൻ കിട്ടി. ഇനി ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബാക്കി ഉള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇയർലി, ഫോർത്ത് നൈറ്റ്, മന്ത്ലി, ഡെയിലി, വീക്ക്ലി. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഇയർലി എന്ന് വെച്ചാൽ ഒന്നി 365 അല്ലെങ്കിൽ 366 ദിവസം വരും. ഫോർത്ത് നൈറ്റ് എന്ന് പറയുന്നത് 14 ദിവസം വരും. മന്ത്ലി 30 അല്ലെങ്കിൽ 31 ദിവസം വരും. ഡെയിലി എന്ന് പറയുന്ന ഒരു ദിവസമായിട്ട് കണക്കാക്കും. വീക്കിലി 7 days ആണ്. അപ്പോൾ ഈ നമ്പറിന്റെ ഇതിൽ എന്ത് ചെയ്യാതെ മതി, നമ്മൾ ഓർഡർ ആക്കിയാൽ മതി. അപ്പം ആദ്യം ഒരു ദിവസം അല്ലേ, ഡെയിലി 4. തീർന്നില്ലേ? ചോദ്യം തീർന്നില്ലേ? വേറെ നമുക്കൊന്നും നോക്കാനില്ലല്ലോ. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? എലിമിനേറ്റ് ചെയ്യുക. അപ്പം ആദ്യം എന്താ, ഡെയിലി വരും, ദെൻ വീക്ക്ലി വരും, ദെൻ ഫോർത്ത് നൈറ്റ് വരും, ദെൻ മന്ത്ലി വരും, ദെൻ ഇയർലി വരും. ഓക്കെ അല്ലേ? അങ്ങനെ സ്പീഡ് ഇനി ചെയ്യാൻ പഠിക്കാം നമുക്ക്. പ്രസന്റേഷൻ, റെക്കമെൻഡേഷൻ, അറൈവൽ, ഡിസ്കഷൻ, ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താ, മൂന്ന് അറൈവൽ. ഓക്കെ, നമ്മൾ എത്തി. ദെൻ ഓക്കെ, അറൈവൽ നമ്മൾ എത്തി, ദെൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ദെൻ എന്ത് റെക്കമെൻഡേഷൻ കൊടുത്തു, ദെൻ ഡിസ്കഷൻ തുടങ്ങി, ഫൈനലി പ്രസന്റേഷൻ. ഇല്ല, ഫൈനലി പ്രസന്റേഷൻ. ഡിസ്കഷൻ കഴിഞ്ഞ് നമുക്ക് പ്രസന്റേഷൻ ചെയ്യില്ല. ഓക്കെ, അത് വെട്ടാം. ദെൻ എന്താ ചെയ്യുന്നുണ്ട്? 1 പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്, 2 റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ട്, 3 അറൈവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതവിടെ വെട്ടാം. 5 ഇൻട്രൊഡക്ഷൻ, 4 ഡിസ്കഷൻ. ഓക്കെ, 3 അറൈവൽ. ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണോ എത്തുന്നത്? അല്ല, അപ്പൊ ഇത് തെറ്റാ. അപ്പോൾ നമ്മുടെ ബാലൻസ് ഉള്ള ഓപ്ഷൻ ഏതാ? ഡി ആണ്. ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഓക്കെ, 3 നമ്മൾ എത്തുന്നു, ദെൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, അവിടെ നിന്ന് പ്രസന്റേഷൻ ചെയ്യുന്നു, പ്രസന്റേഷൻ ചെയ്ത് ഡിസ്കഷൻ ചെയ്യുന്നു, ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഹട്ട്, ഹൗസ്, പാലസ്, ബംഗ്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ആദ്യം ആര് വരും? ഓപ്ഷൻ 1 ആയിരിക്കും. എൻ്റെ ഹട്ടാണ് ഏറ്റവും ചെറുത്. ഹട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ബംഗ്ലാവ് വരുമോ? ഇല്ല, ഹട്ട് കഴിഞ്ഞിട്ട് ബംഗ്ലാവ് വരില്ല. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ കണ്ടോടനെ കട്ട് ചെയ്യും. ഇത് എന്ത് ചെയ്യും? ബംഗ്ലാവ് എത്തുമ്പോൾ ഇതും കട്ട് ചെയ്യും. ബാലൻസ് ആരാ ഉള്ളത്? ഓപ്ഷൻ ഡി. ഹട്ട് കഴിയും, ഹട്ട് കഴിഞ്ഞിട്ട് എന്ത് വരും? ഹൗസ് വരും, ഹൗസ് കഴിഞ്ഞിട്ട് ബംഗ്ലാവ് വരും, ബംഗ്ലാവ് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്? പാലസ് വരിക. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേർഡ് ബേസ്ഡ് പ്രോബ്ലംസിന്റെ 4ാമത്തെ ടൈപ്പാണ്. ഓക്കെ, ഈ ടൈപ്പ് അങ്ങനെ എക്സാംസിന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ പുതിയ പാറ്റേൺ ആയ സ്ഥിതിക്ക് നമ്മുടെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാ സോൾവ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, മാസ്റ്റർ, എംബർ, ബോംബെ, ആനിമൽ, അബ്ഡോമൻ. ഓക്കെ, പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് വാക്കുകളാണ് അല്ലേ? ഇവർ തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആവുമെന്ന് നോക്കണം. അപ്പോൾ ആദ്യത്തെ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? ഈ എമ്മിന്റെ പൊസിഷൻസ് നോക്കിയേ. ആദ്യത്തേൽ ഫസ്റ്റ് പൊസിഷൻ ആണ്, രണ്ടാമത്തേൽ രണ്ടാമത്തെ പൊസിഷൻ ആണ്,
മൂന്നാമത്തെ പൊസിഷനാണ്, നാലാമത്തേല് 4, അഞ്ചാമത്തെ പൊസിഷനിലാണ് എന്ത് വന്നേക്കുന്നത്? അബ്ഡോമൻ എന്ന വേർഡിന്റെ 5ാമത്തെ പൊസിഷനിലാണ്. അപ്പൊ നെക്സ്റ്റ് വരുന്ന 6ാമത്തെ വാക്കിന്റെ എത്രാമത്തെ പൊസിഷനിൽ ആയിരിക്കണം എം എന്ന് പറയുന്നത്? 6ാമത്തെ പൊസിഷനിലായിരിക്കണം. ഇനി നോക്കാം, ഏത് വാക്കിലാണ് 6ാമത്തെ പൊസിഷനിൽ എം ഉള്ളത്? ഇത് ഫസ്റ്റിലാണ് കൊടുത്തേക്കുന്നത്, അപ്പൊ ഇതല്ല. ഇത് സെക്കൻഡിൽ കൊടുത്തു, ഇതല്ല. ഇത് എവിടെയാണ് വന്നേക്കുന്നത്? 1 2 3 4 5 6. ഇത് കറക്റ്റ് 6th പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെയോ 1 2 3 4, 4th പൊസിഷനാണ്, അപ്പൊ ഇതല്ല. ഓക്കെ, അപ്പോ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തിൽ എന്തോ പറഞ്ഞു? എമ്മിന്റെ പൊസിഷൻ വെച്ച്, അല്ലെ, ഫസ്റ്റ് ലെറ്ററിന്റെ പൊസിഷൻ നോക്കി അറേഞ്ച് ചെയ്തു. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തെ പാറ്റേൺ എങ്ങനെയാ? ഗുഡ് ഓർഡർ അർബൻ ആന്തം. ഓക്കെ, നമുക്ക് മനസ്സിലാവാത്ത ഒരു പാറ്റേൺ, അല്ലെ, മനസ്സിലാവാത്ത കുറെ വേർഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന്. ഇനി നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഓരോ വാക്കിന്റെയും ലാസ്റ്റ് ലെറ്റർ, അല്ലെ, ഓരോ വാക്കിന്റെ ലാസ്റ്റ് ലെറ്റർ ആണ് അടുത്ത വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വന്നേക്കുന്നത്. ഇവിടെ നോക്കിയേ, UR വെച്ചിട്ടാണ് അർബൻ വന്നേക്കുന്നത്, AN വെച്ചിട്ടാണ് ആന്തം വന്നിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ലെറ്റർ വാക്കിന്റെ തുടക്കം എന്തായിരിക്കും? EM ആയിരിക്കും, അല്ലെ. EMൽ ഏതാ വാക്കുള്ളത്? എംപതി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നി നമ്മൾ ആ വേർഡ് ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് പോകുന്നത്. രണ്ട്, എന്താണ് ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെ പാറ്റേൺ ഇതിൽ വരാൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് എന്താണ്? മണി, അമിറ്റി, ക്യാമറ, അനിമല്, ടെലോമിയർ. ഓക്കെ, ഇതില് നമ്മൾ ആദ്യത്തെ പാറ്റേൺ പഠിച്ചതുപോലെ, അല്ലെ, എന്താണ്? എമ്മിന്റെ പൊസിഷൻസ് ആണ്. എമ്മിന്റെ പൊസിഷൻസ് നോക്കാം. ഇതിൽ ആദ്യത്തെ പൊസിഷൻ, ഇതിൽ രണ്ടാമത്തെ പൊസിഷൻ, ഇതിൽ മൂന്നാമത്തെ പൊസിഷൻ, ഇതിൽ നാലാമത്തെ പൊസിഷൻ ആൻഡ് ഇതിൽ അഞ്ചാമത്തെ പൊസിഷൻ. അപ്പൊ ഇനി വരുന്ന വേർഡിൽ എവിടെയായിരിക്കും? ആറാമത്തെ പൊസിഷനിലായിരിക്കും. 1 2 3 4 5 6, 6th പൊസിഷൻ, അല്ലേ. അപ്പോൾ ഇതിൽ 6th വന്നു. ഇനി വേറെ ഏതെങ്കിലും 6th പൊസിഷൻ ഉണ്ടോ? ഇല്ല. 3 4, ഇത് തെറ്റ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ തെറ്റ്. എവിടെയാണ് വന്നത്? 1 2 3 4, 4th പൊസിഷൻ തെറ്റ്. അപ്പൊ നമ്മുടെ ഉത്തരം എവിടെ? ഫസ്റ്റ് 6th പൊസിഷൻ വരുന്ന ഒരേ ഒരു വേർഡേ ഉള്ളൂ, അതാണ് A ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ എന്താണ്? ബാറ്റ് തിൻ റിപ്ലൈ ലെങ്ത്, അല്ലേ. നമ്മുടെ ഒരു ലെറ്റർ കോമൺ ആയിട്ട് പോകുന്നില്ല, ലാസ്റ്റ് ലെറ്റർ വച്ചിട്ടല്ല എല്ലാത്തിലും ഫസ്റ്റ് ലെറ്റർ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എന്ത് പാറ്റേൺ ആയിരിക്കാം? നമ്മൾ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എടുത്താലോ? ഓക്കെ, ഇതിന് എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്? ആദ്യത്തേല് 3, അല്ലേ. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 4. ഇനി അടുത്ത ഈ റിപ്ലൈയിൽ എത്ര എണ്ണം ഉണ്ട്? 5. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 6. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ എത്രയായിരിക്കും വരേണ്ടത്? 7 ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡ് ആയിരിക്കും വരിക. 7 ലെറ്റേഴ്സ് ആരൊക്കെയുണ്ട്? ഇതിൽ 6ആണ്, ഇത് കട്ട് ചെയ്യാം. ഇതില് പിന്നെ എന്താണ്? ഇതിൽ 7 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതിൽ 4, ഇത് കട്ട് ചെയ്യാം. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്, ഇത് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. B എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി ഈ വേർഡ്സിലെ സാമ്യം നോക്കിയേ. ഏതെങ്കിലും ലെറ്റേഴ്സിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് ലെറ്റേഴ്സ് ആദ്യത്തിന്റെ തുടക്കമാവുന്നുണ്ടോ എന്നൊക്കെ ആവുന്നുണ്ടല്ലേ. അപ്പോ ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത്? അത് ലാസ്റ്റ് ലെറ്റർ, അല്ലെ, LO, ഇതാണ് മറ്റേ അടുത്ത ലെറ്ററിന്റെ തുടക്കം എന്ന് പറയുന്നത്. അടുത്ത് ER, നെക്സ്റ്റ് എററിന്റെ തുടക്കം, OR, ഓർഗൺ, AN, അനാർക്ക്. അപ്പൊ അടുത്ത ലെറ്ററിന്റെ തുടക്കം എന്തായിരിക്കും? CH എന്നുള്ളതായിരിക്കും. അപ്പൊ CHൽ വരുന്ന ലെറ്റർ ഏതാ ഉള്ളത്? ഒന്ന് മാത്രമേ ഉള്ളൂ, D ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായില്ലേ ഈ പാറ്റേൺ എങ്ങനെയാണെന്ന്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ ഫസ്റ്റ് N വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച പോലെ എന്നിന്റെ പൊസിഷൻസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ആണ് വരുന്നത്, ഇവിടെ സെക്കൻഡ് വരുന്നു, ഇവിടെ തേർഡ് വരുന്നു, ഇവിടെ ഫോർത്ത് വരുന്നു, ഇവിടെ എത്രയിൽ വരുന്നു? ഇവിടെ 5th വരുന്നു. അപ്പൊ നെക്സ്റ്റ് എത്രാമത്തെ പൊസിഷനിലായിരിക്കും N വരുന്നത്? 6th പൊസിഷൻ. 6th പൊസിഷനിൽ N എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഇല്ല, ഇവിടെ N ഇല്ല. ഇവിടെ എവിടെ വരുന്നു? 1 2 3 4 5, അല്ലെ. 5th പൊസിഷനിലാണ് ഇവിടെ വരുന്നത്, അപ്പൊ ഇത് വരില്ല. 1 2 3 4 5 6. അപ്പോൾ റിട്ടേൺ ആണ് നമ്മുടെ ഉത്തരമായി വരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്?
ഓക്സിജൻ, ടോയിൽ, എറോസ്, ആഴ്സൺ, ടെനുവേഴ്സ്. ഓക്കെ, ഇതിലെന്താ പ്രത്യേകത? ഓയുടെ പൊസിഷൻസ് ശ്രദ്ധിച്ച് നോക്കിയേ നിങ്ങൾ, ഓയുടെ പൊസിഷൻസ്. അപ്പൊ ഇതിലെത്ര? ഫസ്റ്റ് പൊസിഷൻ അല്ലേ? ഇതിൽ ആദ്യത്തെ പൊസിഷനിലാണ് വന്നേക്കണം. ഇവിടെ രണ്ടാമത്, ഇവിടെ മൂന്നാമത്, ഇവിടെ നാലാമത്, ഇവിടെ അഞ്ചാമത്. അടുത്തപ്പോ എവിടെ വരും? ആറാമത്തെ പൊസിഷൻ അല്ലെ? ഇപ്പൊ ആറാമത്തെ പൊസിഷനിൽ എവിടെയാണ് ഓ വന്നേക്കുന്നത് നോക്കിയേ. 1 2 3 4 തെറ്റ്. 1 2 3 4 5 6. ഓക്കെ, ഇത് 6th പൊസിഷനിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് 6th പൊസിഷനിലാണ് വന്നേക്കുന്നത്. 1 2 3 തെറ്റ്, 1 തെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് 6th പൊസിഷനിൽ വന്ന ഓപ്ഷൻ ഏതാണ്? ബി ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്താണ് നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലാവുന്നുണ്ട് അല്ലെ? നമ്മളൊരു 5-6 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലാവുന്നുണ്ട് ഇത് എന്ത് പാറ്റേൺ ആണെന്ന്. എന്ത് പാറ്റേൺ ആ വന്നേക്കുന്നത്? ലാസ്റ്റത്തെ ലെറ്റർ ആണ് ഫസ്റ്റത്തെ ലെറ്റർ ആയിട്ട് വരിക. ഇവിടെയും ലാസ്റ്റത്തെ ലെറ്റർ ആണ് ഫസ്റ്റത്തെ ലെറ്റർ. ലാസ്റ്റത്തെ ലെറ്റർ, ഫസ്റ്റത്തെ ലെറ്റർ, ലാസ്റ്റത്തെ ലെറ്റർ, ഫസ്റ്റത്തെ ലെറ്റർ. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ലെറ്റർ ആയ IS കൊണ്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ലെറ്ററിലുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുക. ഏതാണ് IS-ൽ സ്റ്റാർട്ട് ചെയ്ത? ഐസോമർ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മുടെ ആദ്യം പഠിച്ച മോഡൽ അല്ലെ? എസിന്റെ പൊസിഷൻ നോക്കിയാൽ ആദ്യത്തേല് ഫസ്റ്റ് പൊസിഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ ആണ്. രണ്ടാമത്തേല് സെക്കൻഡ് പൊസിഷൻ ആണ്. മൂന്നാമത്തേല് തേർഡ് പൊസിഷൻ ആണ്. നാലാമത്തേല് 4th പൊസിഷൻ ആണ്. അഞ്ചാമത്തേല് 5th പൊസിഷൻ ആണ്. അപ്പൊ ഇനി അടുത്ത വേർഡിൽ എസിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? 6th പൊസിഷനിലായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ എവിടെയാണ് 6th പൊസിഷനിൽ എസ് വരുന്നത്? ഇത് ഫസ്റ്റ് പൊസിഷൻ ആണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം അല്ലെ? ഇവിടെ നോക്കിയേ, 1 2 3 4 അല്ല, 1 ഫസ്റ്റ് പൊസിഷൻ. പിന്നെ നോക്കാനില്ല. ഇനി ഏതാ ഉള്ളത്? ഡി ഓപ്ഷൻ. ഓക്കെ, ഡി ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ മനസ്സിലാവുന്നുണ്ട് അല്ലേ അവരുദ്ദേശിക്കുന്ന പാറ്റേൺ എന്താണെന്ന്. നമ്മുടെ ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള എന്നിന്റെ പൊസിഷൻ നോക്കിയേ. ആദ്യത്തേല് ഫസ്റ്റ് പൊസിഷൻ, രണ്ടാമത്തേല് സെക്കൻഡ്, മൂന്നാമത്തേല് തേർഡ്, നാലാമത്തേല് ഫോർത്ത്, അഞ്ചാമത്തേല് 5th. അപ്പൊ ആറാമത്തേല് എത്രാമത്തെ പൊസിഷനിലായിരിക്കും എന്ന് വരിക? 6th പൊസിഷനിലായിരിക്കും വരിക. അപ്പൊ ഇനി എന്നെ 6th പൊസിഷനിലുള്ള വേർഡ് ഏതെന്ന് നോക്കണം. ഇവിടെ എന്നേ ഇല്ല. അപ്പൊ നമുക്ക് ഇതിന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയും എന്നില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെയും എന്നില്ല, നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ അധികം നമ്മൾ കണ്ട് പരിചയമില്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മളെ സിലബസിൽ ഈ ടോപ്പിക്ക് ഉണ്ട്. അപ്പൊ ഇനി ഇപ്പോഴത്തെ മോഡൽ പുതിയ എക്സാം പാറ്റേണിൽ നമുക്ക് സിലബസിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിക്കോണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് പാറ്റേണിൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.